എന്നെ മരുൺ ഇന്ന് ആ ഡോക്ടർ പറയുകയാണ് ഈ മോഷണം പോയി എന്ന് പറയുന്ന ഉപകരണമോ ഉപകരണത്തിൻ്റെ ഏതെങ്കിലും ഭാഗമോ ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. അത് അവിടെ തന്നെ ഉണ്ട്, എല്ലാ ഭാഗങ്ങളും അവിടെ തന്നെ. ഒന്നാമത്തെ കാര്യം, ഈ വന്ന ആൾക്കാർക്ക് തിയേറ്ററിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ യന്ത്രം പരിശോധിക്കാൻ അനുവാദമില്ല, അതിനുള്ള സാവകാശം അവർക്കുണ്ടായില്ല. അവർ ഒന്ന് പേപ്പർ പരിശോധിച്ച് പോയി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു ആരോപണം ഉണ്ടായിരുന്നു. എന്താണ് ആരോപണം? ഈ പറഞ്ഞ നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞ കുത്തിയൊടിച്ചെന്ന ആരോപണം. അത് ഡോക്ടർ തന്നെ പറയുന്നു അത് ഒരു പരാതിയായിരുന്നു. പരാതി അന്വേഷിക്കപ്പെട്ടപ്പോഴേക്കും അതൊരു പരാതി, അത് വലിയ കഥയില്ലാത്ത പരാതിയാണെന്നും അത് ഈ പറയുന്ന എന്താണ് കമ്പനിയുടെ പ്രശ്നമാണെന്നും പറഞ്ഞു. ആ യന്ത്രം ഈ പറയുന്ന ആ യന്ത്രം അത് നേരെയാക്കി അതിപ്പോഴും അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് കുത്തിയൊടിക്കപ്പെട്ട യന്ത്രം. എന്നിട്ടും 2 വർഷം മുൻപുള്ള ഏതോ ഓസിലോസ്കോപ്പിന്റെ കാര്യം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീ എൻ എം അരുൺ. ഇതിൽ എനിക്ക് തോന്നുന്നത് അതൊരു ഈ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വാദിക്കുന്നവർ രണ്ടും പറയുന്നുണ്ട്. ഒന്ന്, വളരെ നല്ല ഡോക്ടറാണ്, ഡോക്ടർ സത്യസന്ധനാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം തന്നെ ഡോക്ടർ കള്ളനാണ് എന്നും പറയുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. അപ്പോൾ ഇത് ഏതാണ് ആരോഗ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെയും വാദം എന്നുള്ളതൊന്നും വ്യക്തമാക്കേണ്ടതാണ്. കള്ളനാണോ അതോ സത്യസന്ധനാണോ എന്നുള്ളതാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ഇതുവരെ കാണുന്ന എല്ലാ തെളിവുകളും വെച്ചിട്ട് ഒരു വളരെ സത്യസന്ധനായ ഡോക്ടറാണ്. ആ 4 അംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ. ആ റിപ്പോർട്ടിൽ എനിക്ക് ഉറപ്പുണ്ട് ഈ ഡോക്ടർ ഒരു ശസ്ത്രക്രിയ മനഃപൂർവ്വം മുടക്കി എന്ന് ആ 4 അംഗ കമ്മിറ്റി ഒരിക്കലും പറയാൻ സാധ്യതയില്ല. എന്നാൽ ഇന്ന് വന്ന ഈ DMAയുടെ കത്തിൽ അങ്ങനെ ഒരു ആരോപണം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, മനഃപൂർവ്വം ശസ്ത്രക്രിയ മുടക്കി എന്ന്. 2, ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വാദിക്കുന്ന ആൾ പറയുന്നത് ആ പ്രോബ് അവിടെ തന്നെ ഉണ്ടായിരുന്നു, പിറ്റേ ദിവസം സർജറി ചെയ്തു എന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം അത് സർക്കാരിൻ്റെ പ്രോബല്ല, ഒരു ഡോക്ടർ സ്വകാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോബ്. അത്യാവശ്യം ഈ പ്രശ്നം ഉണ്ടായപ്പോൾ, ഇത് നാട്ടുകാർ അറിഞ്ഞപ്പോൾ, ഇതൊരു വലിയൊരു വിവാദമായപ്പോൾ ആ ഡോക്ടർ അത് ഉപയോഗിച്ച് അവിടെ ശസ്ത്രക്രിയ ചെയ്തു. അത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ 2 വാദവും തെറ്റാണ്. ഒന്ന്, ശസ്ത്രക്രിയ ബോധപൂർവം മുടക്കിയിട്ടില്ല, ഒന്ന് ഡോക്ടർ ഹാരിസ്. 2, ആ ദിവസം അന്ന് ആ പ്രോബ് ഉണ്ടായിരുന്നില്ല, പിന്നീട് വന്ന് ഹൈദരാബാദിൽ നിന്നൊക്കെ വന്ന് പിന്നെ പ്രോബ് വന്നാണ്. അത് ഈ ഡോക്ടർ ഹാരിസ് ഇങ്ങനൊരു ശബ്ദം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് അത് വന്നത്. സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു ഡോക്ടർ നമ്മുടെ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാണ്. എന്നാൽ അത് സർക്കാരിന് സത്യം പറഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനെ മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല. സർക്കാരിനിത് ഇങ്ങനെ ഈ രീതിയിൽ എടുക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദിവസത്തെ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയൊക്കെ നല്ല രീതിയിലായിരുന്നു, വളരെ നല്ല രീതിയിലായിരുന്നു ആദ്യത്തെ രീതിയിൽ പ്രസ്താവന. നല്ല ഡോക്ടറാണ്, അദ്ദേഹം സത്യസന്ധനാണ്, സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ്, നമ്മളൊക്കെ അന്വേഷിക്കാം, ശരി. പക്ഷേ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ മുഴുവൻ അവസാനം ഡോക്ടറുടെ തലയിൽ കൊണ്ട് കെട്ടുകയാണ്. ഞാൻ പറയുന്നത് അത് ബ്യൂറോക്രസിയുടെ ഫെയിലിയറാണ്. ഡോക്ടർ പല പ്രാവശ്യം 2 പ്രാവശ്യം കത്ത് കൊടുത്തുള്ളൂ എന്ന് ശ്രീ അനിൽകുമാർ പറഞ്ഞു, ശരിയായിരിക്കും. പക്ഷേ സാധാരണ എഴുത്ത് കൊടുക്കുന്നതല്ല സാധാരണ ഇങ്ങനെയുള്ളവർ നമ്മൾ ചെയ്യുക. നമ്മൾ അവിടെ ഓഫീസിൽ പോയിട്ട് സെക്ഷൻ ക്ലർക്കിനോട് പോയിട്ട് പറയും, ഇതൊന്നും നിങ്ങളൊന്ന് ചെയ്യൂ, ഇത്രയും പ്രശ്നങ്ങളുണ്ട് അങ്ങനെ നേരിട്ട് പറയുന്നതിനുള്ള കൂടുതൽ ഒരു ഇത് കിട്ടുക. അല്ലാതെ വെറുതെ ഒരു കത്ത് എഴുതി ഒരു ആരുടെയും കയ്യിൽ കൊടുത്തു വിടുന്ന മാതിരിയല്ല. ഒരു യൂണിറ്റ് ചീഫ് അവിടെ പോയി ഓഫീസിൽ പോയി പറയുമ്പോൾ അതിന് പ്രാധാന്യമുണ്ട്. അങ്ങനെ പല പ്രാവശ്യം അദ്ദേഹം അവിടെ പോയി പറഞ്ഞിട്ടും യാതൊരു കാര്യവും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം FB പോസ്റ്റ് ഇട്ടത്. അപ്പോൾ അങ്ങനെ ഒരാൾ അങ്ങനെ ചെയ്യുന്ന ഒരാളെ ഇങ്ങനെ ക്രൂശിക്കുക എന്നുള്ളത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. ശരിയാണോ എന്ന കാര്യം മാത്രമല്ല, ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിക്കപ്പെട്ട് മാസം 1 ആയി, അത് പുറത്തുവിടത്തില്ല എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് പോലും കൊടുക്കത്തില്ല. ഇന്ന് നമ്മുടെ ഉമേഷ് ബാലകൃഷ്ണൻ RTI വെച്ച് ചോദിച്ചപ്പോഴേക്ക് ഏതാണ്ടൊക്കെ വിതണ്ട മറ്റേ ആർട്ടിക്കിൾ 1A എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. എന്തിനാണെന്ന് പൂഴ്ത്തി വെക്കുന്നത്? കേരളം കാണട്ടെ അന്വേഷണ റിപ്പോർട്ട്.